ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ക്ഷേത്ര നഗരിയായ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ശ്രീവരാഹത്തെ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രമാണിത്. വരാഹമൂർത്തിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ശ്രീവരാഹം. കേരളത്തിൽ വരാഹമൂർത്തി പ്രതിഷ്ഠയുള്ള 3 ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീവരാഹം ക്ഷേത്രം. ദശാവതാരങ്ങളിൽ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തി ഇവിടെ ലക്ഷ്മി സമേതനായി വാഴുന്ന ക്ഷേത്രം. വരാഹമൂർത്തിയുടെ ഇടതു തുടയിലാണ് ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടം. വളരെ ആകർഷകമായ പ്രതിഷ്ഠ. ചതുരാകൃതിയിൽ കാണുന്ന ക്ഷേത്ര സമുച്ചയത്തിന് ആകർഷകമായ വട്ട ശ്രീകോവിലുള്ള മഹനീയമായ ഒരു ക്ഷേത്രം. കേരളത്തിലെ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. 5000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. കേരളത്തിൽ ആകെ 3 വരാഹ ക്ഷേത്രം മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നു. തൃശ്ശൂരിലും പാലക്കാടുമാണ് മറ്റ് ക്ഷേത്രങ്ങളുള്ളത്. ഗണപതി ഭഗവാനും അയ്യപ്പസ്വാമി, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്, നാഗ ദൈവങ്ങൾ, ശിവലിംഗം ഒക്കെ ഉപദേവതകളായിട്ടുണ്ട് ഇവിടെ. സ്വർണ്ണക്കൊടിമര പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. പടിഞ്ഞാറോട്ട് ദർശനമരുളുന്ന ഭദ്രപീഠത്തിലുള്ള ഭഗവാൻ വരാഹമൂർത്തി ഭക്തരെ അനുഗ്രഹിക്കുന്നത് ചക്രവും മുകളിലെ കൈകളിൽ ശംഖും ഇടതുടയിൽ ലക്ഷ്മി ദേവിയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വളരെ ദിവ്യമായ ആനന്ദദായകമായ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വലത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ദിവ്യപ്രതിഷ്ഠ. പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹമാണ്. ഇവിടെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒന്നാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. വരാഹ തീർത്ഥമെന്നാണ് ഇതറിയപ്പെടുന്നത്. കേരളത്തിലെ ക്ഷേത്രക്കുളങ്ങളിൽ 2ാമത്തെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളമാണിത്. 8 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ക്ഷേത്രക്കുളമാണിത്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ മധ്യത്തിലായിട്ട് ഒരു സ്തൂപം, ഒരു മണ്ഡപം നമുക്ക് കാണാൻ കഴിയും. ഈ കുളത്തിൻ്റെ നേരെ എതിർവശത്തായിട്ട് ഗണേശ്വര ക്ഷേത്രമുണ്ട്. അതുപോലെ ഇതിൻ്റെ വശത്തായിട്ട് അരശമൂട് നാഗരാജ ക്ഷേത്രം. അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല. ശ്രീ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലൂടെ വന്നാൽ 150 മീറ്റർ അകലമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. ആണ്ടിൽ ഒരു തവണയെങ്കിലും ഈ ശ്രീ പത്മനാഭസ്വാമിയെ കാണാറുണ്ട്. പക്ഷേ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇന്ന് യാദൃശ്ചികമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഭാഗ്യമുണ്ടായത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഇവിടെ സ്വർഗവാതിൽ ഏകാദശി വളരെ പ്രാധാന്യമാണ്. അതുപോലെ ഭൂമിയെ സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി ഉത്തമമാണെന്ന് പറയുന്നു. വേദാധിപനായ വരാഹമൂർത്തിയെ ഏറ്റവും നന്നായി ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒക്കെ പഠിതാക്കൾക്ക് വളരെ ഉത്തമമാണ്. അതുപോലെ സ്വയംവരാർച്ചന, അഷ്ടോത്തരാർച്ചന, ത്രിമധുരം, പാൽപ്പായസമൊക്കെ ഇവിടെ, ഉണ്ണിയപ്പം ഒക്കെ വളരെ വിശേഷപ്പെട്ട വഴിപാടുകളാണ്. ലക്ഷാർച്ചന, അതുപോലെ ലക്ഷ്മി നാരായണ പൂജ ഒക്കെ ഇവിടുത്തെ അതിവിശിഷ്ടമായ വഴിപാടുകളാണ്. ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് വെളുപ്പിന് 5 മണി മുതൽ രാവിലെ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8:15 വരെയുമാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ ഉത്സവ സമയത്ത് ആറാട്ടിന് എഴുന്നള്ളിക്കുമ്പോൾ വരാഹമൂർത്തിയും അനുഗമിക്കാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഉത്സവം എന്നൊക്കെ പറയുന്നത് മീനമാസത്തിലെ വരാഹ ജയന്തി ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി, മേടമാസത്തിലെ വിഷു. ആദ്യം ക്ഷേത്രക്കുളം കണ്ടെങ്കിലും വീണ്ടും ക്ഷേത്രക്കുളമൊക്കെ കണ്ട് തിരികെ എത്തി. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ആ കുളത്തിൻ്റെ കരയിലൊക്കെ നമുക്കിരിക്കാൻ തോന്നും. അത്ര ശാന്തതയുള്ള ഒരു സ്ഥലം. വളരെ ആകർഷകമായ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവും എല്ലാം ഒരു പ്രത്യേക എനർജി തരുന്ന ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾ തിരികെ എത്തിയപ്പോഴേക്കും സമയം ഏതാണ്ട് 6:30 അവിടെ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. അതുകൊണ്ട് 6:45 ആയപ്പോഴത്തേക്കും ദീപാരാധനയൊക്കെ ആയി. വീണ്ടും അകത്ത് കയറി ദീപാരാധനയൊക്കെ കണ്ടു തൊഴുതു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട ക്ഷേത്രമാണിത്. വേദാധിപനായ വരാഹമൂർത്തി ഒത്തിരി അനുഗ്രഹം ചൊരിയുന്ന ദേവനാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ഇവിടെയും വന്ന് തൊഴുതിട്ട് പോകാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കടുത്താണ്. ഇവിടേക്ക് എത്താനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ട്രെയിനിൽ വരുന്നവർക്കാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ ഇറങ്ങിയാൽ മതി. 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അവിടെ നിന്ന്. അതുപോലെ ബസ്സിൽ വന്നാലും കിഴക്കേക്കോട്ടയിൽ നിന്നും വളരെ അടുത്താണ്. ഈ ക്ഷേത്രകവാടത്തോട് ചേർന്ന് ഒരു സീതാരാമ ക്ഷേത്രമുണ്ട്. അത് ശരിക്കും ഒരു ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള ക്ഷേത്രമാണ്.
അവിടെ ഒരു ഭജനമഠമൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷമാണ് ഈ കുളത്തിനക്കരെയുള്ള ശ്രീഗണേശ്വര ക്ഷേത്രത്തിൽ ദീപാരാധന നടന്നത്. ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഇന്നത്തെ ക്ഷേത്ര ദർശനം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. വേദാധിപനായ വരാഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.